ഈ പ്രദേശത്തുള്ള ആളുകളെ മാത്രം വിളിച്ച് ഈ കുടുംബസംഗമം നമ്മൾ നടത്തുവാൻ തീരുമാനിക്കുകയും ഇത്രയധികം ആളുകൾ നമുക്കറിയാം, ഒരു 4-5 കല്യാണം ഈ കടവസിൽ ഒരു 4-5 കല്യാണം ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ഒരുപാട് ആളുകൾ പോയി കല്യാണം തരണം. നമ്മുടെ ഒരുപാട് പ്രവർത്തകരും അനുഭാവികളും പോയി. എന്നിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത്രയും എത്തിച്ചേർന്നത് അങ്ങയെ കാണുവാനും അങ്ങയുടെ 2 വാക്കുകൾ കേൾക്കുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. എന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അവர்களെയും നമ്മുടെ DCCയുടെ ആരാധനായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് സതീഷ് കൊച്ചുപറമ്പിൽ അവർ, പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ പഴകുളം മധു, UDFന്റെ കൺവീനർ ശ്രീ ഷംസുദി, ചെയർമാൻ ശ്രീ അബ്ദുൾ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, പ്രിയങ്കരനായ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് PM ഹമീദ്, ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനും പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ പന്തളം സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഞാൻ എന്റെ വ്യക്തിപരമായി പ്രതിസന്ധി നേരിടുകയാണ്. രാജ്യത്തെ ജനങ്ങൾ പ്രതിസന്ധി നേരിടുകയാണ്. ഭരണഘടനയ്ക്ക് ഭീഷണി, ജനാധിപത്യത്തിന് ഭീഷണി, മതേതരത്വത്തിന് ഭീഷണി. അതിനെല്ലാം ഉപരിയായി നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനി ഒരിക്കൽ കൂടി മോഡി വന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ഭരണഘടന മാറ്റപ്പെടും, പാർലമെന്റ് ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം പിച്ച് ചീത്തപ്പെടും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങൾ പറയാൻ കാരണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിൽ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നരേന്ദ്രമോദി 10 വർഷമായി ഭരിക്കുന്നല്ലോ. ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ഗ്യാരണ്ടി ഉറപ്പായത്? ഒരു വർഷം 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. തൊഴിലില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. കർഷകരുടെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. കർഷകർക്കെതിരായ നിയമം പാർലമെന്റിൽ പാസാക്കി. കർഷകരുടെ പ്രക്ഷോഭക്കാരനെ പിൻവലിച്ചു. ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ ഓരോ കർഷകൻ ആത്മഹത്യ ചെയ്തു. മോഡിയുടെ മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു പെട്രോളിനും ഡീസലിനും 35 രൂപ. പെട്രോളിനും ഡീസലിന് 100 രൂപ കഴിഞ്ഞു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഗ്യാസ് കുറ്റിക്ക് എത്രയായിരുന്നു വില? 1,400 രൂപ. ഇപ്പൊ എത്രയാണ് ഗ്യാസ് കുറ്റികളുടെ? 1000, ചിലത്ത് 1,800, ചിലത്ത് 1,800. അപ്പോൾ എന്ത് വലിയ തോതിലുള്ള വിലക്കയറ്റം നമ്മൾ നേരിടുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കുതിച്ചു കയറുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. തൊഴിലില്ലായ്മ മോഡിയുടെ ഗ്യാരണ്ടി അല്ല ഇവിടെ. അദ്ദേഹം പറഞ്ഞിരുന്നു, വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നു. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വെച്ചിട്ട് തരുമെന്ന് പറഞ്ഞു. ആർക്കും 15 ലക്ഷം രൂപ കിട്ടിയില്ല. ഒരു കള്ളപ്പണവും തിരികെ കൊണ്ടുവന്നില്ല തെരഞ്ഞെടുപ്പിൽ. കാരണം ആളുകളെ ഞാൻ മൂന്നാർ ഒരു പബ്ലിക് മീറ്റിംഗിന് പോയപ്പോഴാണ് എന്നോട് പറഞ്ഞത്, പെൻഷൻ കിട്ടാതെ 2 ചേട്ടത്തിമാരുണ്ട്. കുട്ടി എന്നെ കുട്ടി മറിയക്കുട്ടി എന്നോട് സാർ ആ വീട്ടിൽ പോകണം. ഞാനവിടെ വീട്ടിൽ ചെന്നപ്പോ ഇന്ത്യയിലുള്ളത്. ആ ഭരണകൂടം മാറണം. രാജ്യത്ത് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 35% വോട്ട് കിട്ടിയാണ്. ബാക്കി 65% ചിഹ്നഭിന്നമായി പോയി. ഇത്തവണ കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനുള്ള മോഡി തരംഗവുമില്ല, മോഡിക്ക് അനുകൂലമായിട്ടുള്ള വികാരവുമില്ല. ഈ തവണ